ഈ അപ്സലുമായിട്ട് എങ്ങനെയാണ്? പുള്ളി നല്ല നമ്മുടെ കമ്പനിയല്ലേ, നമ്മൾ ഗാനമേളക്ക് പാടുമ്പോൾ തൊട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാനായിട്ടും എൻ്റെ എനിക്കൊന്ന് പുള്ളി ആദ്യം നമ്മുടെ ഫാദറിനായിട്ടാ കൂട്ടുന്നതാണ്. ഫാദർ പഴയ സിംഗറാണ്. അപ്പൊ അവര് തമ്മിൽ പണ്ട് ഗാനമേളക്കൊക്കെ അവരുടെ ഇക്കാമാരൊക്കെ തമ്മിൽ ബന്ധമാണ്. ആ ഒരു ബന്ധം ഇപ്പം ഇട്ടുണ്ട്. ഫാദർ നന്നായിട്ട് പാടുമായിരുന്നു. പുള്ളി പഴയ മുഹമ്മദ് റഫി നമ്മുടെ ദാസേട്ടൻ്റെ ഒക്കെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ അർജുനൻ മാഷിൻ്റെ ഒക്കെ ശിഷ്യന്മാർ പണ്ട് കൊച്ചിയിൽ കോറസ് ഒക്കെ അവിടെ തുടങ്ങിയത്. അപ്പൊ അതിലൊക്കെ ഹിന്ദി പാട്ടൊക്കെ പാടി. കൊച്ചിയിൽ എനിക്കൊരു ഗസൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു തട്ടുംപുറത്ത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ കൊച്ചിയിലും കോഴിക്കോടും ആയിരിക്കും. ആ ഒരു ഇപ്പോഴും റഫി സാബിന്റെ പാട്ടുകളും മെഹബൂബായുടെ പാട്ടുകളൊക്കെ. ഞാൻ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുമ്പോൾ ആ തട്ടുംപുറത്ത് പോയിരുന്ന ഗസൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം ഓരോ ആൾക്കാരുടെ ഓർമ്മ ദിനം ഒരുപാടൊക്കെയാണ് നമ്മൾ സെറ്റിട്ട് അവിടെ ചെയ്യും. ഇന്ത്യ വിഷനോടൊപ്പം എനിക്ക് ആ തട്ടുംപുറത്ത് ഞാൻ എടുത്ത് പറയാനുള്ള സാധനം ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അത് ആ ഒരു പഴയ ബിൽഡിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. MM ഓർക്കസ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ഇടയ്ക്ക് ഞങ്ങളും പോയി പാടാറൊക്കെ ഉണ്ട്, അവിടെ കേൾക്കാറുണ്ട്. ഈ കുറേ സിനിമകൾ ഇപ്പം കുറച്ച് സിനിമകളായി. ഈ സിനിമയിൽ ഒന്ന് എത്തിപ്പെടാനുള്ള ഒരു വഴി വലിയ പ്രശ്നമാണ്. ഇപ്പം രാഹുൽ രാജ് വിളിച്ച് അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടർ വിളിക്കണം. പക്ഷെ അങ്ങനെ വിളിക്കാതെ വരും എനിക്കിത് പാട്ട് കിട്ടിയായിരുന്നു എന്നതിൽ പിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. ഓരോ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ ഓഡിയോ കേൾക്കുമ്പോൾ ഇതെനിക്ക് പറ്റിയതായിരുന്നല്ലോ എന്ന് ചിന്തിക്കാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും കുറേ പാട്ടുകളുണ്ട് നമുക്ക് നമ്മുടെ വോയിസിനും. ഞാൻ കൂടുതലും എന്നെ പിടിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ കുറച്ച് ഹൈ ഒക്ടേവ്, പിന്നെ അടിപൊളി പവർഫുൾ. ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിലെ കീർത്തിയക്കരയിലെ പാട്ട് ഞാൻ എല്ലാ സ്റ്റേജിലും പാടാണ്. എനിക്ക് ഭയങ്കര ആപ്റ്റ്. ഏത് പാടാണ്? ഹോ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. वो अमन वो चमन का नजारा, ओ खुदाया लौटा दे कश्मीर दोबारा. ओ खुदाया लौटा दे कश्मीर दोबारा. मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर. ओ मेरा कश्मीर. ആ പാട്ട് എല്ലാ സ്റ്റേജിലും ഞാൻ പാടാൻ. എനിക്ക് ആ പാട്ട് ഭയങ്കര എൻ്റെ നെഞ്ചോട് ചേർത്തുള്ളൊരു പാട്ടാണ്. എല്ലാ സ്റ്റേജിലും പാടാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരോട് ചോദിക്കും, എടാ നീ അടിച്ചുപൊളി മാത്രമേ പാടാറുള്ളൂ ചോദിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ 1-2 പാട്ടും പിന്നെ റഫി സാബിൻ്റെ ഒരു പാട്ടും അങ്ങനെ SPB സാറിനോ അങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ട് അങ്ങനെ ക്ലിയർ. എനിക്ക് ഒപ്പം സിനിമയിൽ ഒപ്പത്തിലൊരു പാട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അതും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിൽ എനിക്കൊന്ന് പാടിയ പാട്ടുകൾ ആളുകളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ നിലവിൽ പാടി വെച്ച എല്ലാ പാട്ടുകളും അറിയാൻ എനിക്ക് തോന്നണം. അധികം നമ്പർ ഓഫ് സോങ്സ് ഇല്ലെങ്കിലും ഇതിലൊക്കെ ഒരു എനിക്ക് എന്റേതായ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.